UDF പ്രവേശന സാധ്യത തള്ളാതെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുരേഷ് പാർട്ടി മാറ്റം ആഴത്തിൽ ആലോചിച്ച ശേഷം മാത്രമെന്ന് സുരേഷ് KPCC നേതൃത്വത്തോട് ഇതുവരെയും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഒരു പാർട്ടിയിലും ചേരാൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ വിഭാഗീയതയുടെ പേരിൽ ജീവിതം നഷ്ടപ്പെട്ട പലരുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് താൻ ശബ്ദമുയർത്തിയതെന്നും സുരേഷ് പറയുന്നു. അല്ല, ഇതൊരു തീരുമാനം എടുക്കുന്നത് ചെറിയൊരു ദോശ ചുട്ടെടുക്കുന്നത് പോലെ തീരുമാനങ്ങളല്ലല്ലോ. ആളുകളുടെ വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ നയത്തെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എന്നെ സ്നേഹിക്കുന്ന, പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തുമുള്ള ആളുകളായിട്ട് വളരെ ആഴത്തിൽ ആലോചിക്കാനുണ്ട്. അവരെന്നോട് സംസാരിച്ചു, വളരെ അനുഭവപൂർവ്വമായി സംസാരിച്ചത്, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്. എന്നെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ അവരോട് നോ എന്നും പറഞ്ഞിട്ടില്ല, യെസും പറഞ്ഞിട്ടില്ല. സച്ചിനെ, അപ്പം ഒന്നിനെയും തള്ളിയിട്ടില്ല, സ്വാഗതം ചെയ്തതിനെ ഒന്നും തള്ളിയിട്ടില്ല സുരേഷ്. ഇപ്പോഴത്തെ പ്രതികരണം, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വിലയിരുത്തലിലേക്കൊക്കെ എത്താൻ പറ്റുമോ? സേതു, തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസമാണ് KPCC നേതൃത്വവുമായി സുരേഷ് ചർച്ച നടത്തിയ വിവരം പുറത്തേക്ക് വരുന്നത്. തുടർന്ന് സുരേഷ് തന്നെ താനുമായി KPCC നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ട്. UDFന്റെ മലമ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ താൻ അതിന് കൃത്യമായ ഒരു പ്രതികരണം നൽകിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു അന്ന് സുരേഷ് വ്യക്തമാക്കിയത്. അത് തന്നെയാണ് സുരേഷ് വീണ്ടും ആവർത്തിക്കുന്നത്. എന്നാൽ പോലും താൻ കോൺഗ്രസിലേക്ക് പോകില്ല എന്ന് കടുപ്പിച്ച് സുരേഷ് വ്യക്തമാക്കുന്നില്ല. അതിനാൽ തന്നെ താൻ തന്റെ അതായത് താനുമായി ഏറ്റവും ആത്മബന്ധമുള്ള സുഹൃത്തുക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്നാണ് സുരേഷും വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ CPM നിന്നും താൻ നടപടിക്ക് ഇരയായിട്ടുണ്ട്. നിരവധി തവണ CPMന്റെ സംസ്ഥാന നേതൃത്വത്തെയും അതേപോലെ തന്നെ ജില്ലാ നേതൃത്വത്തെയും ബന്ധപ്പെട്ടിട്ടും തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ പല പുഴുക്കുത്തുകളും CPM ഇപ്പോഴുമുണ്ട്. അവരെയൊക്കെ വലിയ രീതിയിലുള്ള പദവിയിൽ CPM സംരക്ഷിക്കുന്നു. തന്നെ പോലുള്ള വിഭാഗീയതയുടെ കാലത്ത് ചില ആളുകൾക്ക് സംരക്ഷണം ഒരുക്കിയതിന്റെ പേരിലാണ് തനിക്കെതിരെ നടപടി വന്നത്. എന്നിട്ട് പോലും താൻ തെറ്റുതിരുത്തി മുന്നോട്ട് വന്നിട്ടും തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി തയ്യാറായില്ല എന്ന CPMനെതിരെയുള്ള ഒരു വിമർശനവും സുരേഷ് ഉന്നയിച്ചിട്ടുണ്ട്. സേതു. ഓക്കെ സച്ചിൻ, ശരി, വ്യക്തമാണ്. സച്ചിൻ.